السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഒരു ഭരണാധികാരി അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരിട്ട് വാങ്ങിക്കുന്നത്. ഇമാമി അൽ ഹവായിജ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തിന് വാങ്ങി ഉമറിൽ നിന്നാണ് വാങ്ങിയത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മുശ്രിക്ക് ഒരു ആടിനെയായിട്ട് വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിച്ചു. അതുപോലെ തന്നെ ജാബിറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഒട്ടകവും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലിന് ആവശ്യമുള്ള സാധനങ്ങൾ റസൂൽ വാങ്ങിക്കാറുണ്ടായിരുന്നു. വാങ്ങിക്കൽ കൊടുക്കലൊക്കെ അവിടെ പതിവായിരുന്നു. ഭരണാധികാരിയും ആണ്. قال ابن عمر رضي الله عنهما اشترى النبي صلى الله عليه وسلم جملا من عمر واشترى ابن عمر بنفسه. وقال عبد الرحمن بن أبي بكر رضي الله عنهما جاء مشرك بغنم فاشترى النبي صلى الله عليه وسلم منه شاة واشترى من جابر بعيرا. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരധാന്യങ്ങൾ ഒരു യഹൂദിയിൽ നിന്ന് വാങ്ങിച്ചു. കടമായിട്ടാണ് മേടിച്ചത്. അദ്ദേഹം അതിന് അദ്ദേഹത്തിൻ്റെ പടച്ചട്ട അവിടെ പണയം വച്ചു. നമ്മൾ മുമ്പ് കണ്ട ഹദീസാണ്. ആയിഷത റളിയല്ലാഹു അൻഹ കാലത്ത് ഇസ്തറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ യഹൂദിയ്യൻ ത്വാമൻ ബിനസീഅത്തിൻ വ റഹനഹു ദിർഅഹു. മൃഗങ്ങളെയും കഴുതകളെയും വാങ്ങിക്കുന്നത്. ശിറാഇദ് ദവാബി വൽ ഹമീരി. ആരെങ്കിലും മൃഗങ്ങളെയോ ഒരു ഒട്ടകത്തെയോ വാങ്ങിച്ചാൽ, പക്ഷേ അതിൻ്റെ വിൽക്കുന്ന ആൾ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്തിരുന്നുകൊണ്ടാണ് കച്ചവടം ചെയ്തത്. ഈ കഴുതയെ അല്ലെങ്കിൽ ഈ ഒട്ടകത്തിനെ ഞാൻ വിൽക്കുന്നു, കച്ചവടമൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ആളവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ കച്ചവടം അല്ലെങ്കിൽ ആ വില പേശൽ തീർപ്പായതായിട്ട് കണക്കാക്കുമോ? ആ കച്ചവടക്കാരൻ അതിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങുന്നത് വരെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള പിടിച്ചാൽ കിട്ടാത്തൊരു ഒട്ടകം ഉണ്ടായിരുന്നു. അതായത് പരിശീലിക്കപ്പെടാത്ത, അനുസരണയില്ലാത്ത ഒരു ഒട്ടകം, അതിനെ എനിക്ക് വിൽക്കാൻ പറഞ്ഞു. വൈദസ്തറ ദാബത്തൻ ഔ ജമലൻ വഹു അലൈഹി ഹൽ യകൂനു ദാലിക ഖബ്ദൻ ഖബ്ല അൻ യൻസില. وقال ابن عمر رضي الله عنهما قال النبي صلى الله عليه وسلم لعمر بغنيه يعني جمل سبعا. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഗസ്വയിലായിരുന്നു. അതായത് യുദ്ധം, റസൂൽ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങളാണ് ഗസ്വ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ യാത്രയിൽ ആയിരുന്നു. എൻ്റെ ഒട്ടകം അവശതയായതായിരുന്നു, കുറച്ച് പതുക്കെയും ആയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, ജാബിറെ. ഞാൻ മറുപടി പറഞ്ഞു, എന്തേ അലി ഉവ്വ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ നിൻ്റെ കാര്യം, അല്ലെങ്കിൽ നിനക്കെന്താ കുഴപ്പം? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, എൻ്റെ ഒട്ടകം പതുക്കെയാണ് പോകുന്നത്, അത് മാത്രമല്ല ക്ഷീണിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പുറകിലായി പോകുന്നത്. അപ്പോൾ അദ്ദേഹം താഴെ ഇറങ്ങി, എന്നിട്ട് ആ ഒട്ടകത്തിനെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് കുത്തി അല്ലെങ്കിൽ ഇക്കിളിയിട്ടു. അദ്ദേഹം എന്തോ ചെയ്തു, അങ്ങനത്തെ ചെറുത് തല്ലുമല്ല ചെയ്തത്. എന്നിട്ട് എന്നോട് ഉത്തരവിട്ടു, ഇനി അതിനെ ഓടിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തു. ആ ഒട്ടകത്തിൻ്റെ സ്പീഡ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അതിനെ പിടിച്ച് നിർത്തേണ്ടി വരുമായിരുന്നു ഇടയ്ക്കൊക്കെ, അല്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓവർടേക്ക് വരുന്നു, അത്രയധികം സ്പീഡായിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ മൂക്കയർ പോലത്തെ എന്തെങ്കിലും വള്ളിയിൽ പിടിച്ച് നിർത്തുമായിരുന്നു റസൂലിൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പിന്നീട് ചോദിച്ചു, നീ കല്യാണം കഴിച്ചോ? ഞാൻ പറഞ്ഞു, ഉവ്വ. അത് കന്യകയായിരുന്നോ അതോ നേരത്തെ കല്യാണം കഴിച്ചിട്ടുള്ള വിധവയായ സ്ത്രീയാണോ എന്ന് ചോദിച്ചു. അതോ നേരത്തെ കല്യാണം കഴിച്ചിട്ടുള്ള സ്ത്രീയാണോ? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ നേരത്തെ കല്യാണം കഴിച്ചിട്ടുള്ള സ്ത്രീനെയാണ് കല്യാണം കഴിച്ചത്, 2ാം ഘട്ടമോ 3ാം ഘട്ടമോ ഒക്കെ. അപ്പോൾ അവിടെ അതെല്ലാം നോർമലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്തേ ഒരു കന്യകയായ സ്ത്രീയെ കല്യാണം കഴിച്ചില്ല? അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിതമാശകളൊക്കെ ആവാമായിരുന്നല്ലോ. അപ്പോൾ പ്രായമായ ആളെന്ന് പറയുമ്പോൾ എപ്പോഴും സീരിയസ് ആയിരിക്കും. ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിത്തവും കളിതമാശയൊക്കെ ഉണ്ടാവും, അതായിരിക്കും ഉദ്ദേശിക്കുന്ന അല്ലാഹു അലം. ജാബിർ മറുപടി പറഞ്ഞു, എനിക്ക് സഹോദരിമാരുണ്ട്, വളരെ ചെറിയ സഹോദരിമാർ. അപ്പോൾ അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചാൽ, ഇച്ചിരി പ്രായമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ അവർ എൻ്റെ സഹോദരിമാരെ സഹായിക്കുകയും അവരെ തലമുടി ചീകി കൊടുക്കുകയും അവരെ നോക്കുകയും ഒക്കെ ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിൻ്റെ വീട്ടിലെത്തി കഴിയുമ്പോൾ ഞാൻ നിനക്ക് ഉപദേശിക്കുന്നു, നീ നിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുക, അപ്പോൾ നിനക്ക് ബുദ്ധിയുള്ളൊരു സന്താനം ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ നിൻ്റെ ഒട്ടകത്തിന് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഉവ്വ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് നിന്ന് അത് ഒരു ഊക്കിയ സ്വർണം, ഒരു പ്രത്യേക അന്നത്തെ അളവാണത്, ഒരളവ് സ്വർണത്തിന് വാങ്ങിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തി, എന്നേക്കാളും മുമ്പ് അവിടെ എത്തി.
ഞാൻ രാവിലെയാണ് അവിടെ എത്തിയത്. ഞാൻ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം വാതുക്കെ ഉണ്ടായിരുന്നു പള്ളിയുടെ. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ഇപ്പം എത്തിയുള്ളോ? അപ്പോൾ ഞാൻ അതെ എന്ന് ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ ഒട്ടകത്തിനെ വിട്, പുറത്ത് നിർത്ത്, എന്നിട്ട് അകത്തേക്ക് വാ, പള്ളിയുടെ ഉള്ളിലേക്ക് 2 റക്അത്ത് നമസ്കരിക്കൂ. ഞാൻ ഉള്ളിൽ കയറി നമസ്കരിച്ചു. ബിലാലിനോട് ഒരു ഊക്കിയ സ്വർണ്ണം, അപ്പോൾ ആ ഒട്ടകം തന്നെയായിരിക്കും ആ വന്ന ഒട്ടകം, അതിനെയാണ് പുറത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഊക്കിയ സ്വർണം അളന്നു നോക്കിയിട്ട് കൊടുക്കാൻ ബിലാലിനോട് അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ ബിലാൽ തൂക്കി നോക്കി ന്യായമായ രീതിയിൽ, എന്നിട്ട് ദൂരേക്ക് പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി അയച്ചു. ഞാൻ വിചാരിച്ചു ഒട്ടകത്തിന് തിരിച്ചു തരാനായിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ വെറുത്ത ഒട്ടകമായിരുന്നു. അത് ഓടുകയില്ല, നടക്കുകയില്ല, അവശനായ ഒട്ടകം. അപ്പം ഞാൻ ഇഷ്ടപ്പെടാതിരുന്ന ഒരു ഒട്ടകമായിരുന്നു, അതുകൊണ്ടായിരിക്കുമോ എന്ന് ഓർത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നീ നിൻ്റെ ഒട്ടകത്തിനെ എടുത്തോളുക, അതിൻ്റെ പൈസയും എടുത്തോളുക. അപ്പോൾ കുറേ പൈസ ഫ്രീ ആയിട്ട് കിട്ടി. عن جابر بن عبد الله رضي الله عنهما قال كنت مع النبي صلى الله عليه وسلم في غزاة فابتاع بجملي وأعيا فأتى علي النبي صلى الله عليه وسلم فقال جابر فقلت نعم قال ما شأنك قلت أبطأ علي جملي وأعيا فتخلفت فنزل يحجنه بمحجنه ثم قال اركب فركبت فلقد رأيت أكفه عن رسول الله صلى الله عليه وسلم قال تزوجت قلت نعم قال بكرا أم ثيبا قلت بل ثيبا قال أفلا جارية تلاعبها وتلاعبك قلت إن لي أخوات فأحببت أن أتزوج امرأة تجمعوهن وتمشطوهن وتقوم عليهن قال أما إنك قادم فإذا قدمت فالكيس الكيس ثم قال أتبيع جمالك قلت نعم فاشتراه مني بأوقية ثم قدم رسول الله صلى الله عليه وسلم قبلي وقدمت بغداة فجئنا إلى المسجد فوجدته على باب المسجد قال الآن قدمت قلت نعم قال فدع جملك فادخل فصلي ركعتين فدخلت فصليت فأمر بلالا أن يزين له أوقية فوزن لي بلال فرجع في الميزان فانطلقت حتى وليت فقال ادعوا لي جابرا قلت الآن يرد علي الجمل ولم يكن شيء أبغض إلي منه قال خذ جملك ولك ثمنه. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒട്ടകത്തിൻ്റെ പുറത്ത് തന്നെ ഇരുന്നുകൊണ്ട് കച്ചവടം പൂർത്തിയാക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസമോ അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒക്കെയാണ് ഒട്ടകത്തിനെ കൊടുത്തതും പൈസ വാങ്ങിച്ചതും. കച്ചവടം പൂർത്തീകരിക്കുന്നതിന് കുഴപ്പമില്ല. ഒട്ടകത്തിനെ കുത്തി അല്ലെങ്കിൽ ഇക്ലി ഇട്ടു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് റസൂലിൻ്റെ ഒരു മോജിസത്താണ്. ഒരു കഴിവുമില്ല, ആരോഗ്യമില്ലാത്ത ജീവിതകാലം മുഴുവൻ അവശനായി നടന്ന ഒരു ഒട്ടകം പെട്ടെന്ന് സ്പീഡ് കൂടി നന്നായി വരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ ചന്തകൾ, അവിടെ ആളുകൾ ഇസ്ലാമിന് ശേഷവും കച്ചവടം നടത്താറുണ്ടായിരുന്നു. അൽ അസ്വാഖില്ലത്തി കാനത്ത് ഫിൽ ജാഹിലിയത്തി ഫതബായാ ബിഹാ നാസു ഫിൽ ഇസ്ലാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഉഖാസ്, മജന്ന, ദുൽ മജാസ് ഇതൊക്കെയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ചന്തകൾ. ആളുകൾ മുസ്ലിം ആയപ്പോൾ അവർ വിചാരിച്ചു അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു പാപമായിരിക്കും എന്ന്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ട ഹദീസാണ്. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങി, നിങ്ങൾ കച്ചവടം ചെയ്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടുന്നതിൽ നിങ്ങൾക്ക് കഷ്ടം ഒന്നും ഇല്ല, അല്ലെങ്കിൽ പാപം ഒന്നും ഇല്ല. അപ്പോൾ ഇത് തീർത്ഥാടനത്തിലാണെങ്കിലും കുഴപ്പമില്ല. അതായത് അവർ ഹജ്ജോ ഉംറയോ ഒക്കെ പോയിരിക്കുന്നു, ആ സമയത്താണ് അന്നേരവും കച്ചവടം നടത്താം. രണ്ടാമത്തെ സൂറത്ത് 198 ആയത്ത്. ഇബ്നു അബ്ബാസ് അത് ഇതുപോലെ ഓതി. عن ابن عباس رضي الله عنهما قال كانت عقال ومجنة وذو المجاز أسواقا في الجاهلية فلما كان الإسلام تأثموا من التجارة فيها فأنزل الله ليس عليكم جناح في مواسم الحج قرأ ابن عباس كذا. ഇത് ഹജ്ജിൻ്റെ സമയത്താണെന്ന് അറബിയിൽ പറയുന്നുണ്ട്. തൊലിയിൽ എന്തെങ്കിലും അസുഖമുള്ള ഒട്ടകത്തിനെയോ അതല്ലെങ്കിൽ അതിഭയങ്കരമായ ദാഹമുള്ള ഒട്ടകത്തിനെയോ വാങ്ങിക്കുന്നത്. ഒട്ടകത്തിന് ദാഹം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തരം രോഗമാണ്, ഭയങ്കരമായ രോഗം. അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം കുടിച്ച് വയറ് പൊട്ടിച്ചെത്തു. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും ആയിരിക്കും, അല്ലാഹു ആലം. ഷിറാഇൽ ഇബിലി അൽ ഹീമി അവിൽ അജ്റബി അൽ ഹാഇമുൽ മുഖാലിഫു ലി ഖസ്ദി ഫി കുല്ലി ഷൈ.
അമ്ര വിശദീകരിക്കുന്നു, ഇവിടെ അതായത് മക്കയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, നവാസ് എന്നായിരുന്നു ആളുടെ പേര്. ആൾക്ക് ഒട്ടകങ്ങളുണ്ടായിരുന്നു, പല രോഗങ്ങളുള്ള ഒട്ടകങ്ങൾ. ഒരിക്കലും തീരാത്ത ദാഹമുള്ള ഒട്ടകം, തീരാദാഹം, അതൊരു തരം രോഗമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നവാസിൻ്റെ കച്ചവട പങ്കാളിയുടെ അടുത്തേക്ക് പോയി, എന്നിട്ട് ആ ഒട്ടകങ്ങളെ വാങ്ങിച്ചു. അയാൾ പോയി നവാസിനോട് പറഞ്ഞു, അതേ ഒട്ടകത്തിനൊക്കെ ഞാൻ വിറ്റുട്ടോ എന്ന് പറഞ്ഞു. നവാസ് ചോദിച്ചു, ആർക്കാണ് നീ അത് വിറ്റത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഷെയ്ഖിനാണ് വിറ്റത്. വലിയ വയസ്സായ ആളെന്നോ, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വയസ്സൻ, അതല്ലെങ്കിൽ പണ്ഡിതൻ എന്നൊക്കെയാണ്. ചിലപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാക്ക് അപ്പോഴേക്കും വയസ്സായിട്ടുണ്ടാവുമായിരിക്കും. നവാസ് പറഞ്ഞു, നിനക്ക് നാശം, അള്ളാഹു ആണേ, ആ ഷെയ്ഖ് എന്ന് പറയുന്ന ഇബ്നു ഉമറാണ്. എന്നിട്ട് നവാസ് ഇബ്നു ഉമറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പങ്കുകാരൻ നിനക്ക് രോഗമുള്ള ഒട്ടകങ്ങളെയാണ് വിറ്റത്, അതിനൊരു ജാതി ദാഹമുണ്ട്, വെള്ളം എത്ര കുടിച്ചാലും മതിയാവൂല, മാറൂലാത്ത രോഗം, അത് നിങ്ങൾ ആണെന്ന് ആൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇബ്നു ഉമർ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ നീ തിരിച്ചെടുത്തോ. എന്നിട്ട് അയാളത് തിരിച്ചെടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും, അതായത് ഒട്ടകങ്ങളെ പിടിക്കാൻ പോയപ്പോഴേക്കും ഇബ്നു ഉമർ പറഞ്ഞു, വേണ്ട, നീ വിട്ടേരെ, ഞാൻ ഈ കാര്യത്തിൽ സന്തോഷവാനാണ്, ഈ തീരുമാനത്തിൽ. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അദ്വ ഇല്ല എന്ന്. അതായത് പകർച്ചവ്യാധിയുള്ള മൃഗങ്ങളാണെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പോൾ ഈ രോഗം പകരുന്നതാണെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു. ഇത് പകരാത്ത രോഗമായതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം, ഒട്ടകത്തിന് ഞാൻ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ കച്ചവടം ക്യാൻസലായില്ല. അപ്പോൾ രോഗമുള്ള ഒട്ടകങ്ങളെയും വിൽക്കാം, പക്ഷെ പകർച്ചവ്യാധി ഉള്ള മൃഗങ്ങളെ വിൽക്കുകയോ വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം മറ്റു മൃഗങ്ങൾക്കും പകരും. ഖാല അംറുൻ കാന ഹാഹുന റജുലുൻ ഇസ്മുഹു നവ്വാസുൻ വകാനത ഇൻദഹു ഇബ്ലുൻ ഹീമുൻ ഫദഹബ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഫശ്തറ തിൽക്കൽ ഇബ്ലി മിൻ ശരീക്കിൻ ലഹു ഫജാഅ ഇലൈഹി ശരീക്കുഹു ഫഖാല ബൈന തിൽക്കൽ ഇബ്ല ഫഖാല മിമ്മൻ ബഅതഹ ഫഖാല മിൻ ശൈഖിൻ കദാ വകദാ ഫഖാല വൈഹക ദാലിക വല്ലാഹി ഇബ്നു ഉമർ ഫജഅഹു ഫഖാല ഇന്ന ശരീക്കി ബാഅക ഇബ്ലിൻ ഹീമൻ വലം യഅരിഫ്ക ഖാല ഫസ്തഖഹ ഖാല ഫലമ്മ ദഹബ യസ്തഖബുഹ ഫഖാല ദഹ റളീന ബിഖളാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അദ്വ സമ സുഫിയാനു അംറൻ. അൽ ഫിത്തൻ, അതിഭയങ്കരമായ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയങ്ങളിൽ ആയുധങ്ങൾ വിൽക്കുന്നത്, അങ്ങനെ അല്ലാത്ത സമയങ്ങളിലും ആയുധം വിൽക്കുന്നത്. ബൈസ്വാലിഹി ഫിൽ ഫിത്നതി വൈരിഹ. ഇമ്രാൻ ബിൻ ഹുസൈൻ വെറുത്തിരുന്നു ആയുധങ്ങൾ വിൽക്കുന്നത് ഫിത്നയുടെ സമയങ്ങളിൽ. കരിഹ ഇമ്രാൻ ബിൻ ഹുസൈനിൻ ബൈഅഹു ഫിൽ ഫിത്നതി. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര തിരിച്ചു. അത് ഹുനൈൻ യുദ്ധത്തിൻ്റെ കൊല്ലത്തിൽ ആയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു പടച്ചട്ട തന്നു. ഞാൻ ആ പടച്ചട്ട വിറ്റു. എന്നിട്ട് ഒരു തോട്ടം മേടിച്ചു, ഒരു കൃഷിസ്ഥലം. ബനി സലമയുടെ ഗോത്രത്തിൻ്റെ അടുത്താണ് മേടിച്ചത്. മുസ്ലിം ആയതിനു ശേഷം ആദ്യമായി വാങ്ങിച്ച സ്ഥലം ആയിരുന്നു അത്. നബി ഖതാദത റളിയല്ലാഹു അൻഹു ഖാല ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമ ഹുനൈനിൻ ഫബഅതു ദറഅ ഫബതഅതു ബിഹി മഖറഫൻ ഫി ബനി സലിമത്തിൻ ഫഇന്നഹു ലി അവ്വലു മാലി തഅസ്സൽതുഹു ഫിൽ ഇസ്ലാം. സുഗന്ധം വിൽക്കുന്ന ആളെ പറ്റിയും സുഗന്ധം വിൽക്കുന്നതിനെ പറ്റിയും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫിൽ അത്താരി വബൈൽ മിസ്ക്. അത്തർ എന്ന് പറയുന്ന അറബി വാക്കാണ്. അബൂ മൂസ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ സഹചാരിയുടെ ലക്ഷണം അല്ലെങ്കിൽ ഉദാഹരണം എന്ന് പറയുന്നത് നിന്നോടൊപ്പം ഇരിക്കുന്നവൻ ചീത്ത ആളുമായി താരതമ്യം ചെയ്താൽ അതിങ്ങനെയായിരിക്കും. ഒരു മസ്ക് അല്ലെങ്കിൽ സുഗന്ധം വിൽക്കുന്ന ആൾ പോലെ, മസ്കിൻ്റെ ഉടമസ്ഥൻ, സുഗന്ധം വിൽക്കുന്ന ആൾ. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, ചെറിയൊരു പെട്ടി, ഒരു 3/4 അടി 1/2 അടി വലിപ്പമൊക്കെ ഉള്ള ഒരു പെട്ടി, പണ്ടത്തെ മുറുക്കാൻ പെട്ടികൾ പോലത്തെ ഒരു പെട്ടി, തോളത്തൊരു വള്ളിയൊക്കെ ഇട്ട് വള്ളി പിടിപ്പിച്ച ഒരു മരത്തിൻ്റെ പെട്ടിയാണ്. അതിനകത്ത് കുറേ ഇങ്ങനെ അത്ര കുപ്പികൾ വെച്ചുകൊണ്ടൊക്കെ വരാറുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ 10-40 കൊല്ലം മുമ്പൊക്കെ കാണാറുണ്ട്. ആ ആൾ വരുമ്പോഴേക്കും ആ ഏരിയയിൽ മുഴുവൻ സുഗന്ധം ഉണ്ടാവും. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരനും തമ്മിലുള്ള താരതമ്യം എന്ന് പറഞ്ഞാൽ, നല്ല കൂട്ടുകാരൻ ഒരു സുഗന്ധ കച്ചവടക്കാരനെ പോലെയാകുന്നു, അത്ര കച്ചവടക്കാരനെ പോലെയാകുന്നു. ചൂളയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരൻ്റെ അടുത്തുനിന്നാണെങ്കിൽ നിങ്ങൾ സുഗന്ധം വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധം അനുഭവിക്കുകയോ സുഖിക്കുകയോ ചെയ്യും. പക്ഷേ ഇരുമ്പ് പണിക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഉടുപ്പുകൾ കത്തിച്ച് കളയുകയോ അതല്ലെങ്കിൽ വീട് കത്തിച്ച് കളയുകയോ ആണ് ചെയ്യാറ്. എന്ന് തീയിട്ട് കത്തിക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് തീപ്പൊരിയൊക്കെ വീഴുകയൊക്കെ ചെയ്യുമായിരിക്കും, അല്ലാഹു ആലം. അല്ലെങ്കിൽ ഒരു ചീത്ത സ്മെല്ല് ഉണ്ടാവും, ഒരു മണം ഉണ്ടാവും. അപ്പോൾ
ചീത്ത കൂട്ടുകാരൻ എന്ന് പറയുന്നത് കൊല്ലപ്പണിക്കാരനെ പോലെയും നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത് അത്ര കച്ചവടക്കാരനെ പോലെയുമാണ്. സമയത്തു അബാ ബുർദത്ത ഇബ്നു അബി മൂസ നബിഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൂഇ കമസലി സാഹിബിൽ മിസ്കി വകീരിൽ ഹദ്ദാദ് ലാ യഅദമുക മിൻ സാഹിബിൽ മിസ്കി ഇമ്മാ തശ്തരീഹി ഔ തജിദു റീഹഹു വകീറുൽ ഹദ്ദാദി യുഹ്രിഖു ബൈതക ഔ സൗബക ഔ തജിദു മിൻഹു റീഹൻ ഖബീസതൻ. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.